പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ NSS SNDP യോഗ വിമർശനങ്ങളെ കോൺഗ്രസ് ഇന്ന് പ്രതിരോധിച്ചില്ല. എല്ലാവരുമായും സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. കോൺഗ്രസ് എല്ലാ സംഘടനകളുമായി നല്ല സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുമായി നല്ല യോജിപ്പാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആ ബന്ധം നിലനിർത്തി തന്നെ ഞങ്ങൾ പോകും. ഞങ്ങൾ വളരെ സൗഹൃദം ആഗ്രഹിക്കുന്നു, ആലോചിക്കുന്നു. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതേസമയം പെരുന്നയിലെ NSS ആസ്ഥാനത്ത് ഇന്ന് ചില നാടകീയ രംഗങ്ങളും അരങ്ങേറി. പെരുന്നയിലെത്തിയ കൊടിക്കുന്നിൽ സുരേഷ് MP മാധ്യമപ്രവർത്തകരെ കണ്ടതോടെ G. സുകുമാരൻ നായരെ കാണാതെ ആദ്യം മടങ്ങി. മാധ്യമങ്ങളെ കണ്ടതും പുറത്തിറങ്ങാതെ കാർ റിവേഴ്സ് എടുത്ത് അദ്ദേഹം മടങ്ങിപ്പോയി. എന്റെ സന്ദർശനം സൗഹൃദ സന്ദർശനമാണ്. ഞാൻ എല്ലാ സമയത്തും ചങ്ങനാശ്ശേരി വരുമ്പോൾ ആസ്ഥാന ഹെഡ് ഓഫീസ് വരാറുണ്ട്. മണിച്ചേട്ടുമായി സൗഹൃദ സംഭാഷണം നടത്താറുണ്ട്. അദ്ദേഹം പല കാര്യങ്ങൾ ചോദിക്കും, പല കാര്യങ്ങൾ പറയും, ഞാൻ അങ്ങോട്ട് പറയും. മണ്ഡലത്തിലെ കാര്യങ്ങൾ, പൊതുവായ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ പ്രതികരിക്കാനില്ല. ഇപ്പം ഞാൻ സൗഹൃദ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സാധാരണഗതി അത് ജനറൽ സെക്രട്ടറി കാണാൻ അതിന് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല. ഇത് എൻ്റെ ഒരു റൊട്ടീൻ സന്ദർശനമാണ്. എന്നാൽ അത് വണ്ടി റിവേഴ്സ് പോകുന്നത് ഇന്ന് ചർച്ചയായിട്ടുണ്ട്. എന്നാൽ രാത്രി 7:30 മണിയായപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP വീണ്ടും NS ആസ്ഥാനത്തെത്തി. അദ്ദേഹം NS സെക്രട്ടറി G. സുകുമാരൻ നായരെ കാണുകയും ചെയ്തു. സൗഹൃദ സന്ദർശനം എന്ന് മാത്രം പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷ് MP രാഷ്ട്രീയ ചോദ്യങ്ങളൊന്നും പ്രതികരിക്കാൻ തയ്യാറായതുമില്ല. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, എന്തായിരുന്നു ഈ പെരുന്നയിൽ അരങ്ങേറി നാടകീയ സംഭവങ്ങളുടെ കാരണം? കാര്യം ഇദ്ദേഹം മടങ്ങിപ്പോയത് ഈ മാധ്യമക്കാരെ ഭയന്നിട്ടാണോ അതോ മറ്റെന്തെങ്കിലും അത്യാവശ്യമുള്ളതുകൊണ്ട് പോയതാണോ? ഗുഡ് ഈവനിങ്. SKN പറഞ്ഞതുപോലെ തന്നെയാണ്, അങ്ങേയറ്റം നാടകീയമായിട്ടുള്ള ചില സംഭവ വികാസങ്ങളാണ് പെരുന്നയിലെ NSS ആസ്ഥാനത്ത് അല്പസമയം മുമ്പ് നടന്നത്. വൈകിട്ട് ഒരു 6:15 കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ് MP NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ വേണ്ടിയിട്ട് NSSന്റെ ആസ്ഥാനത്തേക്ക് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറി വരുന്നത്. ഉടൻ തന്നെ ഒരു MPയുടെ വാഹനം വരുന്നത് കണ്ട് തന്നെ നമ്മൾ ആ NSS കവാടത്തിന്റെ പെരുന്നയിലെ NSS ആസ്ഥാനത്തിന് അകത്തുള്ള ആ കവാടം കഴിഞ്ഞുള്ള സ്ഥലത്ത്, ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്ഥലത്ത് മാധ്യമപ്രവർത്തകരെല്ലാം നിൽക്കുന്നു. MPയുടെ വാഹനം വരുന്നത് കണ്ട് നമ്മളെല്ലാം ക്യാമറ ഓണാക്കി MP വരുന്നത് ചിത്രീകരിക്കുന്നുണ്ട്. നമ്മളെ കണ്ട ഉടൻ തന്നെ MPയുടെ വാഹനം ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് കയറി വരുന്നതെന്നാണ് നമുക്ക് ആ വേഗത കാണുമ്പോൾ മനസ്സിലാകുന്നത്. ചെറിയ വേഗത്തിലാണ് കയറി വരുന്നത്. നമ്മളെ കണ്ട ഉടൻ തന്നെ MPയുടെ വാഹനം റിവേഴ്സ് ഗിയറിട്ട് പിറകോട്ട് ഇറങ്ങിപ്പോകുന്നു. ഉടൻ തന്നെ നമ്മളത് വാർത്തയാക്കുന്നു. അതിനുശേഷം കൃത്യം ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം 7:30 കൊടിക്കുന്നിൽ സുരേഷ് MP വീണ്ടും പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി G. സുകുമാരൻ നായരുമായിട്ട് ഏതാണ്ട് 10 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി. ചായയൊക്കെ കുടിച്ചാണ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി വന്നത്. അതിനുശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചത് ഇതൊരു സൗഹൃദ സംഭാഷണം മാത്രമാണ്, സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണ്. താൻ എന്നൊക്കെ പെരുന്നയിൽ വരുന്നുണ്ടോ, ചങ്ങനാശ്ശേരിയിൽ വരുന്നുണ്ടോ അന്നൊക്കെ പെരുന്നയിലെത്തി G. സുകുമാരൻ നായരെ കാണും. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ കൂടിക്കാഴ്ചയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് രാഷ്ട്രീയം പറയാനില്ല എന്നുള്ളൊരു പ്രതികരണമാണ് കൊടിക്കുന്നിൽ നടത്തിയത്. പ്രതിപക്ഷ നേതാവിന്റെ ഇപ്പോഴത്തെ ഈ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദായ സംഘടനകളിലെ തിണ്ണനിറങ്ങാൻ പോകരുത് എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ പഴയ നിലപാട് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്. അതിനകത്ത് UDF-നുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുമില്ല. പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമീപനം അല്ലെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഒരു നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു തരത്തിലും അതിന് ഇവിടെ വെച്ച് തന്നെ, അതായത് പെരുന്നയിലെ NSS ആസ്ഥാനത്ത് വെച്ച് മറുപടി പറയുന്നില്ല. അതൊക്കെ പിന്നീട് പറയാം. ഇതൊരു സൗഹൃദ കൂടിക്കാഴ്ച മാത്രമാണ്. തനിക്ക് NSS ആസ്ഥാനം ഒരു കുടുംബ വീട് പോലെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറി പോവുകയാണ്. നമ്മൾ എടുത്തു ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആദ്യം വന്നപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ഗിയറിൽ തിരിച്ചു പോയതെന്ന്. അപ്പോൾ ചിരിച്ചുകൊണ്ടുള്ള മറുപടിയിൽ കൊടിക്കുന്നിൽ പറയുന്നത്, അത് ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഭയന്നു. ഇവിടെ വന്ന് ഇപ്പോൾ നിങ്ങളെ ആ സമയത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ മറ്റു തരത്തിൽ ഈ കൂടിക്കാഴ്ചയെ വ്യാഖ്യാനിക്കും, അതുകൊണ്ട് മടങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കൊടിക്കുന്നിൽ ചെയ്തത്. എന്തായാലും ഈ ഒരു സന്ദർശനം അത്ര നിഷ്കളങ്കമായി കാണുന്നതല്ല. ഇപ്പോൾ സമുദായ സംഘടനകൾ കോൺഗ്രസിൽ നിന്ന് UDF-ൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ചില അനുനയ നീക്കങ്ങൾ, അതിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചകളൊക്കെ ആയിരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.